ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് റോയൽ എൻഫീൽഡ് ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഏത് വാഹനങ്ങളുടെ ഹണ്ടർ, മെറ്റിയോർ, ക്ലാസിക്, സ്റ്റാൻഡേർഡ് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിക്കപ്പ് പ്രോബ്ലംസ് വരാറുണ്ട്. അത് എങ്ങനെ നമുക്ക് ഷൂട്ട് ഔട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അതല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കാണിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ഇതൊരു വണ്ടിയുടെ വർക്ക് പഠിക്കുന്ന ആളുകൾക്കും അതല്ല ഇപ്പം നിലവിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകൾക്കും അറിയാത്തവർക്കൊന്നും നല്ലൊരു ഗൈഡൻസ് ആണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് മെക്കാനിക്കപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ യൂസ്ഡ് വാഹന റിവ്യൂസ് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് വരുന്ന ജെ സീരീസിൽ 350 ക്ലാസിക്കിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ഇല്ല, വണ്ടി വലിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സാധാരണ വണ്ടിയിലൊക്കെ മറ്റേ വാക്വം മിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇതില് മെയിൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജെ സീരീസ് വണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു ഹണ്ടർ ആണെങ്കിലും മെറ്റിയോർ ആണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു എൻജിൻ വരുന്ന വണ്ടിക്ക് ഒരു പറഞ്ഞല്ലോ കുറച്ച് കിലോമീറ്റർ കഴിയുന്ന 20,000 കിലോമീറ്ററെങ്കിലും ഒരു മാക്സിമം 20,000 കിലോമീറ്റർ അതിന്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. സ്പാർക്ക് അതിന്റെ അഡാപ്റ്റർ ഉപയോഗിക്കുക. കാരണം ഇതിന്റെ പിക്കപ്പ് പ്രശ്നം മെയിൻ വരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടില്ലായിരുന്നു. ആ സ്പാർക്ക് പ്ലഗ് മാറ്റാൻ പോവുകയാണ്. അത് മാറ്റി കഴിഞ്ഞിട്ട് അതിന്റെ പെർഫോമൻസ് നല്ല മാറ്റം വരില്ല, യാതൊരു സംശയമില്ല. ഈ ഒരു പിക്കപ്പിന്റെ പ്രശ്നമാണ് ഇതിനുള്ള. അപ്പൊ പിക്കപ്പിന്റെ പ്രശ്നം ഏത് ജെ സീരീസ് വണ്ടിക്ക് ഏതിനുണ്ടെങ്കിലും അത് നിങ്ങൾ ഒരു കിലോമീറ്റർ 20,000 കിലോമീറ്റർ മുകളിൽ ഓടിയ 30, 40, 50 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിന്റെ സ്പാർക്ക് പ്ലഗും അതിന്റെ പ്ലഗ് അഡാപ്റ്ററും മാറ്റി കൊടുക്കുക. അഡാപ്റ്റർ മാറ്റി ക്ലീനർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ലീനർ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക. ഒരിക്കലും ഈ കേബിൾ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടരുത്. കാരണം ഈ കേബിളിന് ലെങ്ത് കുറവാണ്. സാധാരണ ടിൻ സ്പാർക്ക് വണ്ടിയിലൊക്കെ ഒരു 15,000 കിലോമീറ്ററിലൊക്കെയാണ് സ്പാർക്ക് പ്ലഗ് മാറ്റുന്നത്. അത് മാറ്റിയിട്ടില്ലെങ്കിൽ കൂടി 2 സ്പാർക്ക് പ്ലഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പാർക്ക് പ്ലഗ് പോയി കഴിഞ്ഞാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പെട്ടെന്നൊന്നും വണ്ടി മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കൊന്നുമില്ല. കുറച്ചൊക്കെ അങ്ങ് ഓടും. ഏതെങ്കിലും ഒരു സ്പാർക്ക് പ്ലഗ് കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ വണ്ടി ഓടും. പെർഫോമൻസ് ചെറുങ്ങനെ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ജെ സീരീസിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുത്തിരിക്കണം. കാരണം അത് ഒറ്റ പ്ലഗ് മാത്രമേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വൈകിക്കണം. പ്രിപ്പറേഷൻ നിലക്ക് നമ്മൾ ഒരു മുൻകരുതൽ നിലക്ക് നമ്മൾ ഒരു 20,000 കിലോമീറ്ററിലെങ്കിലും ആ ഒരു സ്പാർക്ക് പ്ലഗ് കറക്റ്റായി മാറ്റി കൊടുക്കാൻ ശ്രമിക്കട്ടോ. അതും ഒറിജിനൽ സ്പാർക്ക് പ്ലഗ് തന്നെ ശ്രമിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നിലവില് 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പൊ 20,000 കിലോമീറ്ററിൽ നിങ്ങൾ എന്തായാലും ആ ഒരു കറക്റ്റ് സമയത്ത് നിങ്ങൾ അതിന്റെ സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതാണ് വരുന്നത്. ബോഷാണ് കേട്ടോ. YR7 MES പറഞ്ഞ പ്ലഗാണ് ഇതിൽ വരുന്നത്. 250 രൂപ വരുന്നുണ്ട് സ്പാർക്ക് പ്ലഗിന് കേട്ടോ. YR7 MES ഓക്കെ. ചാമ്പ്യനാണ് ഇതിലുള്ളത്. അപ്പൊ ഒറിജിനൽ സ്പാർക്ക് പ്ലഗ് തന്നെ എല്ലാ സമയത്തും മാറ്റാൻ ശ്രമിക്കുക. പെർഫോമൻസിൽ തന്നെ നല്ലൊരു മാറ്റം വരും കേട്ടോ. അത് പ്ലഗ് നമ്മൾ ഈ വണ്ടിക്ക് കുറച്ച് പിക്കപ്പ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കി 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റി കൊടുക്കുക.
പ്രത്യേകം ഈ അഡാപ്റ്റർ ഒന്ന് അയച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണം. അഡാപ്റ്റർ അയച്ചിട്ട് അഡാപ്റ്റർ വല്ല മറ്റേ ക്ലാവോ വല്ല പിടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വാട്ടർ സർവീസ് ഒക്കെ സമയത്ത് വണ്ടിക്ക് വല്ലാതെ മിസ്സിങ് കാണിക്കലുണ്ട് ജെ സീരീസ്. ഈ അഡാപ്റ്റർ ഒന്ന് അയച്ചു നോക്കുക അല്ലേ. ഇതാണ് അതിൻ്റെ അവസ്ഥ. ക്ലാവ് പിടിച്ചെടുക്കണം. പ്ലഗിന്റെ അഡാപ്റ്ററിലൊക്കെ ക്ലാവാണ്. അപ്പൊ ഇതൊക്കെ വണ്ടിന്റെ പെർഫോമൻസ് ആണ്. ഇതൊക്കെ ശരിക്കും ക്ലീൻ ചെയ്ത് ഇവിടെ കോർപ്പറേറ്റ് കോണ്ടാക്ട് തന്നെ ഉണ്ടാവില്ല ഇതില്. ആ സ്പ്രേ നോക്കിയ ശേഷം ഇലക്ട്രോണിക് സ്പ്രേ ഉണ്ടോ അവിടെ അപ്പുറത്തായാലുണ്ടോ? ഇലക്ട്രോണിക്സിലുണ്ടോ? ഇലക്ട്രോണിക് സ്പ്രേ ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ശരിക്കും 1-2 പ്രാവശ്യം നല്ല സ്ക്രൂ ആൻഡ് അൺസ്ക്രൂ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തൊക്കെ കാരണം ഇത് ലെങ്ത് വളരെ കുറവാണ്. ഇത് ഓരോ പ്രാവശ്യം കട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് സാധനം പിന്നെ എത്തില്ല കേട്ടോ. ഇഗ്നിഷൻ കോയിൽ മാറ്റേണ്ടി വരും. വല്ലാതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കട്ട് ചെയ്യാം. ക്ലീൻ ആയിട്ടുണ്ട്. വാട്ടർ സർവീസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വണ്ടി മിസ്സിംഗ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ ഊരിയിട്ട് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് കോമൺ ഒരു കംപ്ലൈന്റ് ആണ്. ഇത് വേണ്ടത് ശരിക്കും ക്ലീൻ ആയി. കാണോ ക്യാമറ കാണോന്ന് അറിയില്ല. അത് ശരിക്കും ക്ലീൻ ആയിട്ടുണ്ട്. ഇത് വണ്ടിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, സ്പാർക്ക് പ്ലഗ് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിന്റെ അഡാപ്റ്റർ ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പാർക്ക് പ്ലഗിന്റെ വയർ ഒരിക്കലും കട്ട് ചെയ്യരുത്. അതിന്റെ ചെറിയൊരു പ്ലേ കൊടുത്തിട്ടുണ്ടാവും. ആ പ്ലേ നമ്മൾ കറക്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും കട്ട് ചെയ്തിട്ട് നമ്മൾ വലിച്ച് ത്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത്ര ഒരു ചെറിയൊരു ബെൻഡ് മാത്രമേ ഇതിനുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ വലിച്ച് ടൈറ്റ് ചെയ്തിടും, ത്രെഡ് ടൈറ്റ് ചെയ്തിടും. പക്ഷെ വണ്ടി ചെറിയ വൈബ്രേഷൻ റണ്ണിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ലൂസായിട്ട് കറക്റ്റ് സ്പാർക്കിംഗ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഇത് മാക്സിമം ക്ലീൻ ചെയ്ത് തന്നെ ഇടുക. ഇത് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് വലിച്ചാൽ താഴോട്ട് വന്ന് കറക്റ്റ് ടൈറ്റ് ആയി നിൽക്കുമെങ്കിൽ വണ്ടി റണ്ണിങ്ങിൽ വണ്ടിക്ക് ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ അനുസരിച്ച് ഇങ്ങനെ ഇത് മുകളിലേക്ക് പൊങ്ങി വന്നതിന് കറക്റ്റ് സ്പാർക്കിംഗ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് കട്ട് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. രണ്ടാമത് നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിന്റെ എയർ ഫിൽറ്റർ ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ 2 ക്ലിപ്പ് ഉണ്ട്. ഇവിടെ റബ്ബറിന്റെ ഒരു ഇതുണ്ട്. ഇതൊക്കെ ആരോ വലിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇൻലെറ്റ് വരുന്ന അപ്പൊ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു കിലോമീറ്റർ വൈസ് അല്ല. കിലോമീറ്റർ നോർമലായിട്ട് ഹൈവേ റൈഡിംഗ് ആണ് ഓക്കെ കിലോമീറ്റർ. നമ്മൾ ഡസ്റ്റ് ഏരിയയിൽ ഓടുന്ന വണ്ടിയാണെങ്കിൽ എയർ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ 10% മൈലേജിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കറക്റ്റായിട്ട് എയർ ഫ്ലോ അല്ലെങ്കിൽ സ്പാർക്ക് നടക്കില്ല എന്നത് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എയർ ഫിൽറ്റർ ഇതാണ് എയർ ഫിൽറ്റർ വരുന്നത്. എയർ ഫിൽറ്റർ ഇൻലെറ്റ് ഇതാണ്. എന്നതാ
ഇവിടെയൊക്കെ നോക്കുക കേട്ടോ. റബ്ബർ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ എവിടെയെങ്കിലും പൊട്ടോ എന്തോ ഉണ്ടോന്നൊക്കെ നോക്കുക കൈയിട്ടിട്ട്. അല്ലെങ്കിൽ ഇവിടെ തള്ളി നിൽക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ള ശരിക്കും ശ്രദ്ധിക്കണം. എയർ ഫിൽറ്റർ വലിയ ഒരു വിഷയമല്ല, ഇതൊന്നും നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിന്റെ പിക്കപ്പ് വരുന്ന ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.